IPL-ൽ ഗുജറാത്തിനെ തകർത്ത മുംബൈ ഇന്ത്യൻസിന് ക്വാളിഫയർ യോഗ്യത. മുംബൈ ഉയർത്തിയ 229 റൺസ് പിന്തുടർന്ന ഗുജറാത്തിന് അത് അടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുന്നു. ഖിലാഫ്, തോൽവിയോടെ തുടങ്ങിയ ദൈവത്തിന്റെ പോരാളികൾ അങ്ങനെ രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടിയല്ലേ? തീർച്ചയായും അഞ്ജലി, ഈ ഒരു സീസണിൽ ആദ്യ മത്സരം തന്നെ തോൽവിയോടെ തുടങ്ങിയ മുംബൈക്ക് ഈ എലിമിനേറ്ററിൽ ഗുജറാത്തിനെ 20 റൺസിന് തോൽപ്പിച്ചുകൊണ്ടാണ് രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടിയത്. ഈ ഒരു സീസണിൽ ഗുജറാത്തിനോട് സീസണിൽ മത്സരിച്ച 2 മത്സരങ്ങളും തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. ഇതിനൊക്കെ കണക്കുകൾ കൂടി മുംബൈ ഈ മത്സരത്തിൽ തീർത്തു. അതേസമയം മത്സരത്തിന്റെ ഗതി നിർണ്ണയിച്ചത് ഗുജറാത്തിന്റെ ഫീൽഡേഴ്സ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യം ബാറ്റ് ചെയ്ത മുംബൈയുടെ 8 ക്യാച്ചുകൾ ആണ് ഈ ഗുജറാത്ത് ഫീൽഡർമാർ കൈവിട്ടത്. തുടർന്ന് അതേപോലെ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് പെർഫോമൻസും ജോണി ബൈസ്റ്റ്, രോഹിത് ശർമ്മ 81 റൺസ് നേടിയിരുന്നു, അർദ്ധ സെഞ്ചുറി നേടി ഈ ഒരു മത്സരത്തിൽ. കൂടാതെ 7000 റൺസ് എന്ന നാഴികക്കല്ലും പിന്നിട്ടു. കൂടാതെ 300 സിക്സർ എന്ന നേട്ടവും രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ നേടി. പിന്നെ ഈ മത്സരത്തിൽ അതായത് 3 വിദേശ താരങ്ങൾക്ക് പകരക്കാരായി വന്ന ജോണി ബൈസ്റ്റ് ഉൾപ്പെടെയുള്ള താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചകാട്ടെ. ജോണി ബൈസ്റ്റയുടെ മുംബൈ അരങ്ങേറ്റം അവിസ്മരണമാക്കി 47 റൺസ് എടുത്തുകൊണ്ടായിരുന്നു ജോണി ബൈസ്റ്റോ ഈ ഒരു മത്സരം അവിസ്മരണീയമാക്കാതെ. കൂടാതെ സൂര്യകുമാർ യാദവ് 33 റൺസും തിലക് വർമ്മ 25 റൺസും നേടി ഈ ഒരു മത്സരത്തിൽ മുംബൈക്ക് മികച്ച കൂട്ടൻ സ്കോറിലേക്ക് എത്തിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്തിന് സായ് സുദർശനും വാഷിംഗ്ടൺ സുന്ദരും മികച്ച പ്രകടനം നൽകിയെങ്കിലും എന്നാൽ ഈ ഒരു 229 റൺസ് എന്ന സ്കോറിലേക്ക് മറികടക്കാൻ സാധിച്ചില്ല. മുംബൈയുടെ ബോളിംഗും മികച്ച രീതിയിലായിരുന്നു. ട്രെന്റ് ബോൾട്ട് 2 വിക്കറ്റും ജസ്പ്രീത് ബുംറ, റിച്ചാർഡ് ഗ്ലീസൺ, അതേപോലെ മിച്ചൽ സാന്റ്നറും അശ്വിനി കുമാറും ഓരോ വിക്കറ്റുകൾ നേടിക്കൊണ്ടാണ് മുംബൈ ക്വാളിഫയറിന് യോഗ്യത നേടിയത്. അഞ്ജലി. ശരി ഖിലാഫ്, അങ്ങനെ തോൽവിയോടെ തുടങ്ങിയ ദൈവത്തിന്റെ പോരാളികൾ രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദാണ്.